ഹായ്, ജസ്നയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിനെ പറ്റി പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പം സാധാരണയായിട്ട് നമ്മുടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടങ്ങുമ്പോഴത്തേനും ആ ഒരു മാസത്തെ വരവേൽക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി കളറുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊക്കെ പലർക്കും അറിയാം. പോയിൻസെത്തിയ എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര്. ക്രിസ്മസ് പ്ലാന്റ്, വിൻ്റർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ രാവിലെ നോക്കുമ്പോൾ ആരൊക്കെയോ വന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നട്ടിരിക്കുന്ന ഈ ഒരു ചെടിയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നു. അങ്ങനെ ഞാനും ചെന്ന് 1-2 പോസ്റ്റൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അനായാസം നമുക്ക് ഒരു കെയറും കൂടാതെ നട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കളും ഉണ്ടാകുന്ന പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും ഇതിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നത് പൂവല്ല. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഇത് പൂവാണ്. പക്ഷേ ഇത് പൂവല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഇലകൾ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ സമയമാകുമ്പോഴത്തേനും സെപ്റ്റംബർ ഒക്ടോബർ കേട്ടോ, ആ ഒരു സമയമാകുമ്പോഴത്തേനും ഇതിൻ്റെ ഇലകളിൽ ചേഞ്ച് വന്നിട്ട് കളർ മാറ്റം സംഭവിച്ചിട്ടാണ് ഇത് റെഡ്, അതേപോലെ തന്നെ വൈറ്റ്, പിങ്ക് എന്നിങ്ങനെ പല കളറുകളിലും ഇത് രൂപമാറ്റം സംഭവിച്ചിട്ട് ഇതിൻ്റെ ഇലകൾ മാറുന്നത്. ഏകദേശം ഒരു 2-3 മാസം നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഒരു പച്ച കളറിലോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം കെയറുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ പല കളറുകളുണ്ടെന്ന്. അപ്പോൾ ഏകദേശം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 3-4 വെറൈറ്റി ഉണ്ടെങ്കിലും ഇത് രാജ്യത്ത് ഏകദേശം 150-ലേറെ കളറുകൾ ഇതിൻ്റെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒട്ടും കെയർ കൊടുക്കേണ്ട, പിന്നെ സൺലൈറ്റും വാട്ടറും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ജൈവവളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ വേണമെങ്കിലും വളരും കേട്ടോ. അപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ചിലരൊക്കെ പറയുന്നത് കേട്ടു ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പറ്റത്തില്ലെന്ന്. എന്നാൽ ഞാൻ ഈ ഒരു ചെടി നമ്മൾ നട്ടിരിക്കുന്നത് ചെടിച്ചട്ടിയിലല്ല, പുറത്താണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല കളറും നല്ല രീതിയിലാണ് ഉണ്ടാകുന്നത്. പിന്നെ കൊടുക്കുന്ന ഒരേ ഒരു വളം ഈ ഒരു ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയുടെ ഒപ്പം ചിലപ്പം 1-2 സ്പൂണ് എപ്സം സാൾട്ട് കൊടുക്കും. മാസത്തിൽ ഒരു പ്രാവശ്യം എങ്ങാനും ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ എപ്സം സാൾട്ട് ഒരു 2-3 മാസം കൂടുമ്പം ഒരു തുള്ളി, ഏകദേശം നമ്മൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് എപ്സം സാൾട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നവംബർ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല പൂക്കളല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലയിൽ കളർ മാറ്റം സംഭവിച്ച് നല്ല ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പം ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിത് പൊടിച്ച് നോക്കുമ്പം ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു പാല് പോലെ ഒരു ഇത് വരും. അത് ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനെ ഇത് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കമ്പുകൾ കുത്തിയിട്ടാണ് ഈ സൈഡിലൊക്കെ ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വാട്ടറിങ് ആണ്. ഒരു കാരണവശാലും ഓവറായിട്ട് നമ്മൾ വാട്ടർ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡ്രൈ ആവാനും പാടില്ല. കൂടുതൽ വാട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വേരുകളിൽ ഫംഗസ് വന്നിട്ട് ഈ ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണാം. എന്നാൽ ഓവറായിട്ട് വാട്ടറിങ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ വന്നിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അനായാസം ഒരു കെയറും ഇല്ലാതെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.